അമേരിക്കയുടെ സമാധാന പദ്ധതി തള്ളി ഇറാൻ. ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് ആരംഭിച്ച സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാനായി അമേരിക്ക മുന്നോട്ട് വെച്ച 15-ന് കർമ്മ പദ്ധതി ഇറാൻ സർക്കാർ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് പകരമായി 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന്റെ പൂർണ്ണ പരമാധികാരം അംഗീകരിക്കുക എന്നതടക്കമുള്ള ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ എന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉടനടി അവസാനിപ്പിക്കുക, ഭാവിയിൽ ഇറാനു നേരെ യുദ്ധമുണ്ടാകില്ലെന്ന് വ്യക്തമായ ഉറപ്പു നൽകുക, യുദ്ധം മൂലം രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് ഇറാന്റെ മറ്റ് പ്രധാന ആവശ്യങ്ങൾ. കൂടാതെ പശ്ചിമേഷ്യയിലുടനീളമുള്ള തങ്ങളുടെ സായുധ പ്രതിരോധ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള നീക്കങ്ങളും അമേരിക്ക നിർത്തലാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാൻ ഈ പദ്ധതി പൂർണ്ണമായി തള്ളിയിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നുമാണ് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് സൂചിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ 15-ന് പദ്ധതിയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിർദ്ദേശങ്ങളാണുള്ളതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച് യുറേനിയം ശേഖരം നീക്കം ചെയ്യുക, ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് തടയിടുക, സായുധ സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കുക തുടങ്ങിയ നിബന്ധനകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഉള്ളടക്കം ഇസ്രായേലിന് മുൻകൂട്ടി ലഭ്യമായിരുന്നു. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണവിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ഓഹരി വിപണികൾ ഉണരുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ട്രംപ് 2 തവണ ടെഹ്റാനിൽ ബോംബാക്രമണം നടത്തിയതാണ് അവിശ്വാസത്തിന് പിന്നിലെ മറ്റൊരു കാരണം. ആദ്യത്തേത് 2025 ജൂണിലായിരുന്നു. അതിനെ തുടർന്ന് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധവും ഉണ്ടായി. ഫെബ്രുവരി 28-ലെ രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് ജനീവയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും കരാറിലെത്താൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ സമാധാന നീക്കങ്ങളെ ഇറാൻ സംശയത്തോടെ കാണുന്നത്. ഇറാന് അമേരിക്കൻ നയതന്ത്രത്തിൽ വളരെ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി ഇന്ത്യ ടുഡേയോട് വ്യക്തമാക്കി. ഇറാനുമായി അടുത്ത ബന്ധമുള്ള പാകിസ്ഥാനാണ് ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈജിപ്ത്, ഒമാൻ, തുർക്കി എന്നീ രാജ്യങ്ങളും ഈ സമാധാന ദൗത്യത്തിൽ പങ്കാളികളാണ്. ബുധനാഴ്ച ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയ 15-ന് സമാധാന പദ്ധതി പാകിസ്ഥാൻ വഴി ഇറാന് കൈമാറിയിട്ടുണ്ട്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കുക, ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക, സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ നിർത്തുക, ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നു നൽകുക എന്നിവയാണ് സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇറാൻ അണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്ന ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനനുസരിച്ചുള്ളതാണ് ഈ കരാർ. അതേസമയം ഗൾഫ് മേഖലയിലെ മുഴുവൻ US സൈനിക താവളങ്ങളും നിർത്തലാക്കുക, യുദ്ധനഷ്ടത്തിന് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുക, ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകുക എന്നീ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപിന്റെ സമാധാന ചർച്ചകൾ വെറുമൊരു തന്ത്രം മാത്രമാണെന്നും അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇറാൻ സംശയിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവമാണ് ഇറാന്റെ പ്രധാന ഭയം. ട്രംപിന്റെ സമാധാന ആഹ്വാനം വിപണികളിൽ താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും ഇറാന്റെ ഉള്ളിലെ യുദ്ധഭീതി മാറിയിട്ടില്ല. ഇറാൻ ചർച്ചകളിൽ പങ്കുചേരുമോ അതോ വലിയൊരു ആക്രമണത്തിന് മിഡിൽ ഈസ്റ്റ് സാക്ഷ്യം വഹിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.